യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ. അപ്പൊ പ്രീവിയസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ കാണാൻ മറക്കല്ല. അതുപോലെ തന്നെ ഈ റേസർ പെയിൻലെസ് ആണ്. ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറി. അപ്പോ നമ്മൾ 2 ടൈപ്സ് ഹെയർ റിമൂവലിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു പെയിൻലെസ് ആയിട്ട് ഹെയർ റിമൂവൽ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതാദ്യം തന്നെ പറയട്ടെ, ഇത് ലേഡീസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം 2 ടൈപ്പ് ഹെയർ റിമൂവൽ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും എനിക്കുണ്ടായ അനുഭവവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതില് വീഡിയോന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ. ഇത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് സജഷൻ ഉണ്ടായ വീഡിയോ ആണ്. എന്റെ നാട്ടിൽ തന്നെ ചേച്ചി സജസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ പ്രീവിയസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ കാണാൻ മറക്കല്ല. നമുക്കറിയാം 3 ടൈപ്സ് ഹെയർ റിമൂവൽസ് ആണ് ഉള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ ക്രീംസ് അപ്ലൈ ചെയ്തിട്ട് ഹെയർ റിമൂവൽ ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ റേസർ യൂസ് ചെയ്യുന്നു. മൂന്നാമത് വാക്സ് ചെയ്യാം. ഓക്കെ. നമ്മൾ റേസർ യൂസ് ചെയ്തിട്ടും ക്രീം യൂസ് ചെയ്തിട്ടും പെയിൻലെസ്, അതായത് പെയിൻ ഇല്ലാതെ നമുക്ക് ഹെയർ റിമൂവൽ ചെയ്യാൻ വേണ്ടി പറ്റും. വാക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം പെയിൻ അനുഭവിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പെയിൻലെസ് ആയിട്ട് 2 ടൈപ്സ് ഹെയർ റിമൂവലിനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് വീറ്റിന്റെ ഹെയർ റിമൂവൽ ക്രീമാണ് കേട്ടോ. ഓക്കെ, നോർമൽ സ്കിന്നിനുള്ള ഇതാണ്. പിന്നെ രണ്ടാമത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത് ഗിലറ്റിന്റെ റേസർ ആണ് കേട്ടോ. ഓക്കെ. അപ്പോ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് യൂസ് ചെയ്ത് എനിക്ക് 2 ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഞാൻ എന്തായാലും ഇതിലൂടെ മുഴുവനായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വീറ്റിന്റെ ക്രീമിന്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. ഞാൻ ഇപ്പൊ അടുത്താണ് കേട്ടോ ഹെയർ എല്ലാം റിമൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതുവരെ ഒന്നും വാക്സ് ചെയ്യാൻ നിൽക്കാറില്ല. മെയിനായിട്ട് ഞാൻ കാലിൻ്റെതാണ് ചെയ്യാറുള്ളത്. അപ്പോ അതിപ്പോ അടുത്താണ് ഞാൻ ചെയ്തത്. അപ്പൊ ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ വീറ്റിന്റെ ക്രീമാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായത്. അതിന് തന്നെ ഈ വീറ്റിന്റെ ക്രീം തന്നെ ഓരോ സ്കിൻ ടൈപ്സിന് ഓരോന്നുണ്ട്. ഓക്കെ. നോർമൽ, ഡ്രൈ, സെൻസിറ്റീവ്, കോമ്പിനേഷൻ, അങ്ങനെ ഓരോ സ്കിന്നിന് വേണ്ടിയിട്ട് ഓരോ ടൈപ്സ് വീറ്റിന്റെ തന്നെ ക്രീം അവൈലബിൾ ആണ്. ഓക്കെ. മാക്സിമം എല്ലാവരും ആദ്യം തന്നെ ഈ വീറ്റിന്റെ ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ളവരുടെ സ്കിന്നിന്റെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. കാരണം അതാവുമ്പോൾ എല്ലാവർക്കും ഏകദേശം എല്ലാ സ്കിന്നിനും സ്യൂട്ട് ആവും. സെൻസിറ്റീവ് പറയുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സ്കിൻ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലർക്ക് സ്കിൻ ഏതാന്ന് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മുടെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ സെൻസിറ്റീവ് സ്കിന്നിന്റെ വാങ്ങുന്നതാണ് ബെറ്റർ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ. കാരണം ഈ ഹെയർ റിമൂവൽ ക്രീംസ് എല്ലാം തന്നെ കെമിക്കൽസ് ആണ്. നമ്മൾ കെമിക്കൽസ് ഇല്ലാണ്ട് ഒരു ക്രീമും ഇല്ല. നമ്മളതിൽ പറയും നാച്ചുറൽ ആണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മളൊരു ഹെയർ റിമൂവലിനുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും അതില് കെമിക്കൽസ് ഉണ്ട്, അതിനൊരു തർക്കം വേണ്ട. അപ്പോ മാക്സിമം എന്റെ അഭിപ്രായത്തിൽ ക്രീമുകൾ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് കേട്ടോ. ഞാൻ തന്നെ ആദ്യം വാങ്ങിയിട്ട് എനിക്ക് തന്നെ ഇതില് അനുഭവങ്ങളുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ആദ്യം തന്നെ ക്രീമിനെ കുറിച്ച് പറയാം. ഓക്കെ. അപ്പോ മാക്സിമം എല്ലാ ക്രീമുകളും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ക്രീംസ് എല്ലാം കെമിക്കൽസ് തന്നെയാണ്. നമുക്ക് ഇതിൽ വീട്ടിന്റെ ഇത് നോർമൽ സ്കീമിന്റെ ആണ്. കുക്കുംബർ എക്സ്ട്രാക്ട് ബോഡി സാൻഡ് ലെഗ്സ്. ഓക്കെ. അപ്പൊ ഇത് ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് യൂസ് ചെയ്തപ്പോ ഒരു 3-4 തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ തീരും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടെ നമുക്കൊരു സ്പാച്ചുല കൂടെ കിട്ടും. അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ട രീതി ഞാൻ ഇതിന്റെ കൂടെ വീഡിയോ ഞാൻ കൊടുക്കാട്ടെ, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ പോർഷനിൽ ഞാൻ ചെയ്തത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം വീഡിയോ. അപ്പൊ ഇത് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിലേക്ക് സ്പാച്ചുല വെച്ചിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. സ്പാച്ചുലയിൽ കുറച്ച് എമൗണ്ട് എടുക്കാം, നമ്മളത് സ്പാച്ചുല വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് മാത്രമേ ഇത് വെക്കാവൂ. കൂടിപ്പോയാൽ 6 മിനിറ്റ്സ്. 6 മിനിറ്റ്സിന് കൂടുതൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട് കൂടിപ്പോയാൽ ഒരു 6 മിനിറ്റ്സ്, അതിന് കൂടുതൽ നമ്മൾ ഇതൊരിക്കലും നമ്മുടെ എവിടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വെക്കാൻ വേണ്ടി പാടില്ല. 6 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് സ്പാച്ചുല കൊണ്ട് ക്രീം റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. റിമൂവ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരും. അതിപ്പോ നമുക്ക് ഏതെങ്കിലും ചില ഇറിറ്റേഷൻ ഉള്ള നമ്മൾ യൂസ് ചെയ്ത എന്തെങ്കിലുമൊക്കെ ക്രീം അതിന് നമുക്ക് എന്തെങ്കിലും ഒരു സ്കിന്നിന് പെട്ടെന്ന് ഒരു ബേണിംഗ് എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്ത് അതിന്റെ ആ എഫക്റ്റ് കുറക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അത് അപ്ലൈ ചെയ്ത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. ഈ വീറ്റ് നമുക്ക് അണ്ടർ ആംസ്, കയ്യില്, ലെഗ്സ്, പിന്നെ ബിക്നി ലൈൻസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഫേസിലും ഐ കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടാവരുത്. ഓക്കെ. നമ്മുടെ ഫേസിൽ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സ്കിന്നിൽ മുറിവോ ചതവോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ സ്കിന്നിൽ
ഒരിക്കലും നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഇറിറ്റേഷൻസ് കൂടുതലാവാൻ വേണ്ടിയിട്ട് മാത്രമേ കാരണമാവൂ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സ്കിൻ ഫ്രീ ആണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മസ്റ്റായിട്ട് നോക്കണം. അതായത് സ്കിന്നിലൊന്നുമില്ല, സ്കിൻ നല്ല ഫ്രീ ആയിട്ടാണ് ഉള്ളത് എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ക്രീം അപ്ലൈ ചെയ്യാവൂ. ഏത് ക്രീമും ഓക്കെ, വീട്ടിന്റെ മാത്രമല്ല ഏത് ക്രീമും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത ശേഷം 24 hours നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വേറെ ഒരു ഇച്ചിങ്ങോ ഇറിറ്റേഷൻസോ റെഡ്നെസ്സോ പെയിൻഫുൾ ആയിട്ടൊന്നും നിങ്ങളുടെ സ്കിന്നിന് ഇല്ല എങ്കിൽ, അപ്ലൈ ചെയ്ത ഭാഗത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി അഥവാ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ക്രീം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് അല്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും നോക്കണം. അപ്പൊ ഇതൊന്നാമത്തെ വീട്ടിന്റെ. ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഗില്ലറ്റിന്റെ റേസർ ആണ്. ഇത് യൂസ് ചെയ്തിട്ട് ഒരുവിധം ആയി കേട്ടാ, ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതൊരു കംഫർട്ടബിൾ ഹെയർ ഗ്ലൈഡർ ആണ് കേട്ടാ. ഇതിന് സംഭവം ഇത് യൂസ് ചെയ്തിട്ട് ഒരുവിധം ഒരുപാടായി. ഞാന് ഇത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞു, ഏകദേശം ഞാൻ യൂസ് ചെയ്തതാ, ഇത്രയും ആയിട്ടുണ്ട്. ഇതിന് രണ്ട് സൈഡിലും ഒരു ബാർ സോപ്പ് ഉണ്ടാവും. ഇതാണ് റേസർ കൊണ്ട് ഉള്ള ഒരു ഓക്കെ, ഇതൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു റേസർ ആണ്. കാരണം നിങ്ങൾക്ക് പേടിക്കാനുള്ള ഇത് 3 ബ്ലേഡ്സ് ആണ് ഇതിനുള്ളത് കേട്ടോ. ഇതിൽ 3 ബ്ലേഡ്സ് ആണ് ഇതിന് ഉള്ളത്. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് വേറൊരു ഇറിറ്റേഷൻ കാര്യങ്ങളൊന്നും ഇതിൽ ഇല്ല. ഒരു റബ്ബർ ടൈപ്പ് ഹാൻഡ് മെറ്റീരിയൽ ആണ്. അവകാഡോ ഓയിലും ഒരു ബോഡി ബട്ടറും ഉള്ള ഒരു ജെൽ ടൈപ്പ് സോപ്പ് ഇതിലുണ്ട്. ഇത് ഒരു ഫ്രീഷ്യ സെന്റ് ആണ് കേട്ടോ. ഒരുപാട് സെന്റ് ഉണ്ട് ഇതിന്റെ, ഒരു ടൈപ്പ് സ്മെല്ലിലുണ്ട്. ഇത് ഫ്രീഷ്യ സെന്റ് ആണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഈ റേസർ പെയിൻലെസ് ആണ്. ഇതിൽ ഒരു കെമിക്കൽസ്, അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെമിക്കൽസും ഇതിനില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ വീട്ടിന്റെ ക്രീമാണ്. അപ്പൊ വീട്ടിന്റെ ക്രീം യൂസ് ചെയ്യുമ്പോൾ എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്ത ശേഷം എനിക്ക് ആദ്യമൊക്കെ ചെറിയൊരു വലിയ ഇതിലല്ല, ചെറിയൊരു ഇച്ചിങ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ കുറച്ച് നേരത്തേക്ക് അത് നമ്മൾ റിമൂവ് ചെയ്ത ശേഷം അവിടെ എന്തോ ഒരു സാധനം, നമ്മളെന്താ പറയണ്ടേ, ഇത് റിമൂവ് ചെയ്തൊരു ഫീൽ ആയിരുന്നു നമ്മളെ ലെഗ്സിന് ഉണ്ടായത്. ഓക്കെ, ഞാൻ അധികം ഇത് ലെഗ്സിനാണ് യൂസ് ചെയ്തത്. വേറെ ഞാനൊന്നും ഹാൻഡിനോ കാലൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ലെഗ്സിന് മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു 1 month ഒക്കെ ഞാൻ യൂസ് ചെയ്യാതെ വെച്ചു. അപ്പോ എനിക്ക് ഇതിനുണ്ടായ സംഭവം നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് സംഭവം ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അത് യൂസ് ചെയ്യാതെ വെച്ചപ്പോൾ ഉണ്ടായ ഒരു കെമിക്കൽ റിയാക്ഷൻ. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് എന്താ, കെമിക്കൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് അത്ര സേഫ് അല്ല. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ക്രീംസ് ഒന്നും സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. പിന്നീടാണ് ഞാൻ റേസറിലേക്ക് മാറിയത്. ഈ റേസർ യൂസ് ചെയ്യുന്നത് സേഫ് ആണ്. എനിക്ക് പെയിൻലെസ്, അതായത് പെയിൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. യൂസ് ചെയ്ത ശേഷം എനിക്ക് നല്ല ഒരു എഫക്റ്റ് ആണ് ലെഗ്സിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയണ്ടേ, ഹാർഡൻ ആയിട്ട് പിടിക്കാതെ സോഫ്റ്റ് ആയിട്ട് പിടിച്ച്, അതായത് ലൂസി പിടിച്ചിട്ട് നമ്മളത് റേസ് ചെയ്യാം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അവിടെ തന്നെ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ റേസർ വാക്സ് ചെയ്തുകൊണ്ടേ ഇരുന്നാല് അവിടെ ചിലപ്പോൾ ചെറിയ രീതിയിൽ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ റേസർ സോഫ്റ്റ് ആയിട്ട് പിടിച്ചിട്ട് വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്റെ അഭിപ്രായത്തിൽ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് റേസർ ആണ് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ക്രീമിനെക്കാളും റേസർ ആണ് നമ്മുടെ സ്കിന്നിനും അതാണ് സേഫ്. ഓക്കെ, നിങ്ങൾ വാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കെമിക്കൽസ് അടങ്ങിയ ക്രീംസ് അപ്ലൈ ചെയ്യാണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള റേസർ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.